ഹായ് ഫ്രണ്ട്സ്, ഹെയ്ഡൻസ് മാജിക് പിയാനോ ലെസൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6 മുതൽ 10 വരെയുള്ള ലെസൺസ് എങ്ങനെയാണ് വായിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഈ ഒരു 10 ലെസൺ കൊണ്ട് തൽക്കാലം നമ്മൾ ആദ്യത്തെ സെക്ഷൻ അവസാനിപ്പിക്കുകയാണ്. 1 മുതൽ 10 വരെയുള്ള ലെസൺസിൻ്റെ റൈറ്റ് ഹാൻഡ് നമ്മൾ പഠിച്ചല്ലോ. 1 മുതൽ 5 വരെയുള്ള ലെസൻ്റെ റൈറ്റ് ഹാൻഡ് നമ്മൾ പഠിച്ചു. തുടർന്ന് 6 മുതൽ 10 വരെയുള്ള ലെസൺസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് വായിക്കേണ്ടത്, ഏതൊക്കെ താളമാണ് അവിടെ ഉപയോഗിക്കുന്നത്, ഏതൊക്കെ തരത്തിലുള്ള നോട്ടുകളാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളിതുവരെ സെമി ബ്രേവ്, മീനിയം, ക്രോച്ചറ്റ് വരെയുള്ള നോട്ടുകളാണ് 10 ലെസണിലുള്ളിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ നോട്ടുകളൊക്കെ എങ്ങനെ വായിക്കണം, അതിൻ്റെ കൗണ്ടിങ് എങ്ങനെയാണ് എന്നെല്ലാം നമ്മൾ പഠിക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ലെഫ്റ്റ് ഹാൻഡിലെ ലെസൺസോടെ ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതോടൊപ്പം മ്യൂസിക്കിനെ സംബന്ധിക്കുന്ന കുറച്ചുകൂടി വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ഉണ്ടാകും. അതിലൂടെ എന്താണ് സംഗീതം, ശബ്ദം മുതൽ സംഗീതം രാഗങ്ങൾ വരെ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇതിന് തൊട്ട് പുറകെ ഉണ്ടാകും. നിങ്ങൾ താല്പര്യത്തോടെ ഈ ചാനലിനെ എടുത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളിതിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. പലരും അവർ വായിക്കുന്ന വീഡിയോസ് എനിക്ക് അയച്ചു തരുന്നു. പല ലെസണുകളും ചോദിച്ച് വാങ്ങിച്ചിട്ട് അവർ ആ നോട്ടുകൾ നോക്കി വായിച്ച് പഠിച്ച് എനിക്ക് ഇട്ടു തരുന്നു. അതുപോലെ തന്നെ കുറേ അധികം പേര് ഓൺലൈൻ ക്ലാസ്സുകളിൽ കയറി പഠിക്കുന്നുണ്ട്. ജോലി സമയങ്ങളിൽ റെഗുലറായിട്ട് ഓൺലൈനിൽ വരാൻ പറ്റാത്തവർ നോട്ട്സ് വാങ്ങിച്ച് പഠിക്കുന്ന ഒരു രീതിയുണ്ട്. വീഡിയോസായിട്ടും ടോക്കുകളായിട്ടും നമ്മൾ അവരോട് വാട്സപ്പ് ചാറ്റായിട്ടും ക്ലാസ്സുകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വായിച്ച ലെസൺസൊക്കെ ഞാൻ പതിയെ ഇതിലിട്ട് തരാം. നിങ്ങൾക്കത് വളരെ പ്രയോജനകരമായിരിക്കും. പേഴ്സണലായിട്ട് ചോദിച്ചാൽ അങ്ങനെ വായിച്ചവരുടെ വാട്സാപ്പ് ലെസൺസൊക്കെ നിങ്ങൾക്ക് ഇട്ട് തരാം. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ വായിക്കാനൊക്കെ പഠിക്കാനായിട്ട് പറ്റും. പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ പൂർണ്ണമായും എല്ലാ കാര്യങ്ങളും പഠിക്കാൻ കഴിയില്ല. ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഓൺലൈനിൽ വരേണ്ടതായിട്ട് വരും. എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അതിൻ്റെ കോഡ്സ് വായിക്കുമ്പോഴും അതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോങ്സിലൊക്കെ എങ്ങനെയാണ് കോഡ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഉള്ള കാര്യങ്ങളിലേക്കൊക്കെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ട്യൂട്ടറിൻ്റെ കൃത്യമായ ഒരു സാമീപ്യം ആവശ്യം വരും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ ഓൺലൈനിൽ വന്നാലും മതി. അതുവരെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ നന്നായിട്ട് പഠിച്ചെടുക്കുന്ന പാഠങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇട്ട് കളയരുത്. കുറച്ച് നമുക്ക് സമയം എടുത്തോട്ടെ എന്നുള്ളൊരു ധാരണയിൽ വേണം പഠിക്കാനായിട്ട്. പക്ഷേ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഒരു പ്രത്യേക സമയം കണ്ടെത്തുക, ആ സമയങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വീണ്ടും ലെസൺസ് നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുക. ചിലപ്പോഴൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോയി വീണ്ടും ഒന്നുകൂടെ ഒരു ഉഷാറായി വരിക. എന്നിട്ട് വീണ്ടും ചെയ്യുക. എന്തായാലും നിങ്ങൾ വായിക്കാൻ പഠിക്കും, സംശയമൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ 10 ലെസൺ പഠിപ്പിക്കുകയും ആ 10 ലെസൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കൂടെ പഠിപ്പിച്ചതിന് ശേഷം ലെഫ്റ്റ് റൈറ്റും കൂടെ ചേർത്ത് ഈ 10 ലെസൺ വായിക്കാൻ പഠിക്കുക. ആ 10 ലെസണിനകത്ത് തന്നെ നമുക്ക് 2 പാട്ടുകളുണ്ട്, ചെറിയ റൈംസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഒരു പാട്ടിനൊപ്പം കോഡ് വായിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. അതിനുശേഷം സിമ്പിളായിട്ടുള്ള കുറച്ച് മലയാളം സിനിമാ പാട്ടുകളിലേക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ വളരെ രസാവഹമായി ഇത് പഠിച്ചെടുക്കാം. പക്ഷേ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ചാനലിൻ്റെ പുറകെ ഉണ്ടാകണം. നിങ്ങളിതിലെ കാര്യങ്ങളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊരു സൗഹൃദ ബന്ധം ഇതിലൂടെ നിലനിൽക്കട്ടെ, നല്ല രീതിയിൽ എല്ലാവരും പഠിച്ച് മുമ്പോട്ട് വരട്ടെ എന്ന് മാത്രം ആ കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. നമ്മൾ പുതിയ ലെസണുകളിലേക്ക് കിടക്കുകയാണ്. 5 മുതലുള്ള ലെസൺസാണ് 6 മുതലുള്ള ലെസൺസാണ് നമുക്കുള്ളത്. അപ്പോൾ 6 മുതലുള്ള ലെസൺസ് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ പഠിക്കുക, വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. നല്ല നിലയിൽ പ്രാക്ടീസ് ചെയ്യണം. 1 മുതൽ 10 വരെയുള്ള പ്രാക്ടീസ് കംപ്ലീറ്റ് ചെയ്തവർ എന്നെ വാട്സാപ്പിൽ അറിയിക്കണം. വീഡിയോസൊന്നും എല്ലാം ഇടേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം ഏതൊക്കെ വീഡിയോ ആണ് നിങ്ങൾ ഇടേണ്ടതെന്ന്. അങ്ങനെ ഇടുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു സമയം കണ്ടെത്തി ആ ഒരു ഇതൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഓർക്കണം, എല്ലാ വീഡിയോയും ഇടരുത്. ഞാൻ ആവശ്യപ്പെടുന്ന വീഡിയോ മാത്രമേ ഇടാവുള്ളൂ. കാരണം അതാണ് വിഷമമുള്ള വീഡിയോസ്. അത് നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളത് നിങ്ങൾ ഈസിയായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ പഠിക്കുന്ന എല്ലാവരും പഠനം തുടരുക. നല്ല രീതിയിൽ കീബോർഡ് വായിക്കാനാകും. നിങ്ങൾക്ക് അതിന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടുന്ന പ്രാക്ടീസുകൾ കുറയ്ക്കാതെ ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, മ്യൂസിക് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. കുറച്ച് ടെക്നിക്കലി ഒരു ഇൻസ്ട്രുമെൻറ്റ് വായിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ കുറേ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ കുറേ അക്കാഡമിക് തലത്തിലുള്ള അതിൻ്റെ അറിവുകൾ സമ്പാദിക്കണം. അതിനുശേഷം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വലിയ നിലയിൽ വളരെ മനോഹരമായി വായിക്കാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ പതിയെ മാറും. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ചാനലിനെ ഫോളോ ചെയ്യുക, പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ക്രോച്ചറ്റ് നോട്ടുകളാണ്. അതായത് 1 9 അത്രേ അതിന് കൗണ്ട് വരുന്നുള്ളൂ. കൂടുതലും വരുന്നത് 1 9 എന്ന് വരുന്ന
ക്രോച്ചറ്റ് നോട്ടുകളാണ്. പിന്നെ 4/4 ടൈമാണ്. 1 and 2 and 3 and 4 എന്നാണ് ആ പാട്ട് അല്ലെങ്കിൽ ആ ലെസൺ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കി കൈകളൊക്കെ വെച്ചതിന് ശേഷം മാത്രം, കൃത്യമായി കൈ വെച്ചതിന് ശേഷം മാത്രം വായിച്ചു തുടങ്ങുക. ഇവിടെ 2 ബീറ്റിൻ്റെ മിനിമം 4 ബീറ്റിൻ്റെ സെമി ബ്രേവുമാണ് വരുന്നത്.